പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാൽ ഭരണം പിടിക്കാൻ കഴിയുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. കാരണം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് എത്താൻ പോകുന്നു. ഭരണം പിടിക്കേണ്ടത് മുസ്ലിം സമുദായത്തിന് വേണ്ടി ആകണം. മുസ്ലിം സമുദായത്തിന് മാത്രം ആനുകൂല്യങ്ങൾ ലഭ്യമാകണം. ആ മലയാളി എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവരെന്താണോ ചിന്തിക്കുന്നത്, അതിലേക്ക് എത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് പച്ചയ്ക്ക് വർഗീയത പറയാൻ ശ്രമിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യമാണ്. ഇത് മറ്റാരുമല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ കെ.എം. ഷാജി എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ യുവ നേതാവ് കൂടിയാണ്. മലയാളികളുടെ മതേതര മൂല്യങ്ങളെയൊക്കെ പരമപുച്ഛത്തോടുകൂടി പരിഹസിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന വരുന്നത് എന്നുള്ളതാണ് ഖേദകരം. വർഗീയത നിറഞ്ഞു തുളുമ്പുന്ന എന്താ ഇത്തരം ജൽപ്പനങ്ങൾ എന്ന് പറയപ്പെടുന്നത്? മുസ്ലിം ലീഗിൻ്റെ നേതാവായിട്ട് അറിയപ്പെടുന്ന കെ.എം. ഷാജിയുടെ നാവിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് അർഹിക്കുന്ന അവജ്ഞയുടെ മലയാളി തള്ളിക്കളയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പരാമർശത്തെ മലയാളികളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഒഴുക്കിവിടാൻ ഷാജിയെ പോലുള്ളവർക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് അധികാരം ലഭിച്ചില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ അധികാരം ലഭിക്കാത്തതിൻ്റെ പേരിൽ ഇങ്ങനെ നിങ്ങൾ പച്ചയ്ക്ക് വർഗീയത പറയുന്നത് ശരിയാണോ എന്ന് കൂടി ചിന്തിക്കേണ്ടതല്ലേ? മുസ്ലിം സമുദായത്തിന് വേണ്ടി മാത്രം ഭരണത്തിലേക്ക് എത്തണം, മാത്രമല്ല അത്തരത്തിൽ ഭരണത്തിലെത്തുമ്പോൾ മുസ്ലിം സമുദായത്തിന് മാത്രം ആനുകൂല്യങ്ങൾ നൽകണം എന്നുള്ള തരത്തിലേക്കുള്ള ഇത്തരത്തിൽ പരമപുച്ഛമായ വാചകങ്ങൾ പറയുന്നത് ഒരു നേതാവിന് ചേർന്നതാണോ? UDFിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഈ മുസ്ലിം ലീഗിന് ഒരു കണക്കിനും യോജിക്കുന്ന പ്രവണതയല്ല ഇത് എന്ന് കൂടി പറയട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു മതേതര മുഖമുണ്ടോ? മതേതര മുഖമുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കേണ്ടതില്ലേ? പക്ഷേ ഇവിടെ നമുക്ക് പുറത്തു വരുന്നത് ഇത്രയും വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള പ്രസ്താവനയാണ്. ഇത്തരത്തിൽ വർഗീയ വിഷം തുപ്പുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്താൻ കെ.എം. ഷാജിയെ പോലുള്ളവർക്ക് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രസംഗം ഓർമ്മപ്പെടുത്തുന്നത്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ബാധ കെ.എം. ഷാജിക്ക് ഏറ്റിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, സംശയിക്കേണ്ട അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ലീഗിന് ഒരു മതേതര മുഖമുണ്ട് എന്ന് പലപ്പോഴും അവർ പറയുമ്പോഴും അത്തരത്തിലൊരു മുഖമില്ല എന്നും വർഗീയതയുടെ മുഖമാണ് എന്ന് പറയുന്നത് വളരെ കൃത്യമാണ് എന്ന് പറയപ്പെടുന്ന തരത്തിലുള്ള വാദഗതികളാണ് കെ.എം. ഷാജിയുടെ വാക്കുകളിൽ നിന്ന്, ആ പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. ഇവരെയൊക്കെ നാടിൻ്റെ വികസനമല്ലേ പറയേണ്ടത്? അങ്ങനെയാണെങ്കിൽ അത് പറയാതെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രശ്നങ്ങൾ സംസാരിക്കാതെ കെ.എം. ഷാജി പച്ചയ്ക്ക് ഇങ്ങനെ വർഗീയത പറഞ്ഞു പരത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സത്യത്തിൽ ഇത് സംഘപരിവാർ അജണ്ടയെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം. ഈ പരാമർശത്തിലൂടെ, ഈ വർഗീയ പരാമർശത്തിലൂടെ എന്ത് സന്ദേശം നൽകാനാണ് കെ.എം. ഷാജി ഉദ്ദേശിക്കുന്നത് എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഒരു മുഖമുണ്ടായിരുന്നു UDFിനോടൊപ്പം ചേർന്ന് എന്ന്, മതേതര മുഖമുണ്ട് എന്ന് പറയുമ്പോഴും വിളിച്ചോതുമ്പോഴും കെ.എം. ഷാജിയും അതിനോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു ജനപ്രതിനിധിയൊക്കെ ആയിട്ടുള്ള ആളല്ലേ. അദ്ദേഹത്തിനും അങ്ങനെ വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ മതേതര മുഖം ഉണ്ടാക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ലേ? ഒന്നാമത്തെ കാര്യം, മൃതപ്രായത്തിലായിരിക്കുകയാണ് ലീഗ് എന്ന് പറയപ്പെടുന്ന സംഘടന. ആ ലീഗ് എന്ന് പറയപ്പെടുന്ന സംഘടന ഇത്രത്തോളം മൃതപ്രായമായി നിൽക്കുമ്പോൾ നമുക്കറിയാം അതിനകത്ത് യുവ നേതാക്കളുടെ അഴിമതിയും ഫണ്ട് വെട്ടിപ്പും ഒക്കെ കാരണം ആകെ പൊതുജനത്തിന് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ലീഗും യൂത്ത് ലീഗും ഒക്കെ എത്തിച്ചേർന്നിരിക്കുന്ന കാലഘട്ടത്തിലാണ് കെ.എം. ഷാജിയെ പോലുള്ളവർ ഇങ്ങനെ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. സത്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഇവരുടെ ഒരു ബന്ധം തന്നെ പലപ്പോഴും അവരുടെ ഒരു മതേതര മൂല്യത്തിന് ഇടിവ് സംഭവിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. UDFിനോടൊപ്പം നിൽക്കുകയും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വർഗീയതയുമായി കൂട്ടുചേരുകയും ചെയ്ത് യൂത്ത് ലീഗ് പോലുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പോലുള്ളവർ ഇത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്ന് കൂടി പറയട്ടെ. അങ്ങനെ വർഗീയത പറയുമ്പോൾ തന്നെ സത്യത്തിൽ ഇവരുടെ അണികളടക്കം കഷ്ടപ്പെടുകയാണ്. ലീഗ് നേതൃത്വമടക്കം അണികളടക്കം ഇവരുടെ മുമ്പിൽ മതേതര മുഖമുണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുകയും പാടുപെടുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ കെ.എം. ഷാജി ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ മതേതര മുഖമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നെഞ്ചിലേക്കുള്ള ആണിയടിക്കൽ മാത്രമാണ് ഇതെന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ തീരുമ്പോൾ കഴിഞ്ഞ 9.5 കൊല്ലമായിട്ട് അധികാരമില്ലാത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത്. കട്ടുപിടിക്കാൻ സാധിക്കാതെ ഇരിക്കുന്നതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അവർക്ക് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരിക്കൽ പോലും ഭരണത്തിലില്ലാതിരുന്നാൽ അടുത്ത തവണ എങ്ങനെയെങ്കിലും ഭരണത്തിലേക്ക് എത്താൻ ഏതു മാർഗവും സ്വീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിധത്തിൽ ഇവർക്ക് അധികാരം UDFിനോടൊപ്പം നിന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവർ മറുകണ്ഠം ചാടാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പലപ്പോഴും പല മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം.
പണ്ട് നെഹ്റു പറഞ്ഞിട്ടുണ്ട് ചത്ത കുതിരയാണ് ലീഗ് എന്ന്. പക്ഷെ അതിനൊക്കെ പകരം വെക്കും പോലെ പറയുകയാണ്. വർഗീയത പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് പ്രാണനായി നിൽക്കുന്ന ലീഗ് വർഗീയ പ്രീണനം നടത്തി വർഗീയവാദികളോടൊപ്പം ചേർന്ന് വർഗീയ സമീപനം സ്വീകരിച്ച് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് നേടാൻ ശ്രമിക്കുന്നത് സത്യത്തിൽ കോൺഗ്രസിനെ നോക്കുകുത്തി ആക്കി ഇരുത്തുമെന്ന് പറഞ്ഞ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഒരു വാർത്തയും ഉണ്ടായിരുന്നല്ലോ. അതും ഇതായിരുന്നു, ഞങ്ങൾ വീണ്ടും ഉണർന്നെണീക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതുപോലെ. അപ്പോൾ എന്താണ് ഉണർന്നെണീക്കാൻ പോകുന്നത്? ഇതുപോലുള്ള പച്ചയ്ക്ക് പറയുന്ന വർഗീയത പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണോ ഇങ്ങനെ ഉണർന്നെണീക്കാമെന്ന് പറയുന്നത്? അങ്ങനെയെങ്കിൽ കേരളത്തിൽ ജനങ്ങൾ കരുതിയിരിക്കേണ്ടിയിരിക്കുന്നു. കാരണം പറയാൻ തന്നെ ഈ വിഷയങ്ങളില്ലാതിരിക്കുന്ന കേരളത്തിലെ വർഗീയ കോമരങ്ങൾ അവർ അവസരങ്ങൾ കാത്തിരിക്കുകയാണ്. അവരുടെ വർഗീയ കുത്തിത്തിരിപ്പുകൾ ഇനിയും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് KM ഷാജിയുടെ ഈ വാക്കുകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ 9.5 കൊല്ലമായി 10 കൊല്ലത്തോളമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ അടിച്ചു മാറ്റുക, കൈയിട്ട് പാരുക, അഴിമതി നടത്തുക എന്നുള്ളതൊക്കെ ഹോബിയായി കൊണ്ട് നടക്കുന്ന ആ പാർട്ടിക്ക് ഇങ്ങനെ 10 കൊല്ലമൊക്കെ ഭരണത്തിൽ ഇരിക്കാതിരിക്കാൻ കഴിയില്ല, അധികാരമില്ലാതിരിക്കാൻ കഴിയില്ല. ഇനി ഒരു 5 കൊല്ലം കൂടി അങ്ങനെ ഇരിക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള അവസരം ഉണ്ടായാൽ അതവർക്ക് ആത്മഹത്യക്ക് തുല്യമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വർഗീയ പ്രീണനം ഇപ്പോൾ നടത്തുന്നത് തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് വോട്ടുകൾ നേടുകയോ അല്ലെങ്കിൽ ഇവർ 20ഓ 22ഓ സീറ്റുകൾ നേടുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ പോലും ഇവർക്ക് ചിലപ്പോൾ അധികാരത്തിലേക്ക് എത്താൻ പറ്റില്ല. കാരണം UDFന് കോൺഗ്രസിന് എത്രത്തോളം സീറ്റുകൾ ലഭിച്ചില്ല എങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം UDFനും LDFനും ഉണ്ടാവുകയാണെങ്കിൽ LDFന് ഒരു 65 സീറ്റിനകത്ത് LDF ഒതുങ്ങിപ്പോവുകയും 22 സീറ്റുകളോ 23 സീറ്റുകളോ മുസ്ലിം ലീഗ് നേടുകയും ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഒരു ബാർഗൈനിങ് തന്ത്രം ഉണ്ടാകും. ആ ബാർഗൈനിങ് തന്ത്രത്തിൽ മുഖ്യമന്ത്രി കസേര ഒരു 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ ഈ മുസ്ലിം ലീഗിന് നൽകുകയാണെങ്കിൽ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ ഇടതുമുന്നണിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിൽ ലീഗിന്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടാവുകയും മുഖ്യമന്ത്രിയായി PK കുഞ്ഞാലിക്കുട്ടിയെ അവരോധിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് എത്തപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ KM ഷാജി നടത്തുന്ന ഈ വർഗീയ പ്രീണന രീതി എന്ന് പറയപ്പെടുന്നത്, അല്ലെങ്കിൽ പച്ചയ്ക്ക് വർഗീയത പറയുക എന്ന് പറയപ്പെടുന്നത് അവരുടെ നിലനിൽപ്പ് രാഷ്ട്രീയമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലില്ല, ഇനി ഒരു 5 വർഷം കൂടി അധികാരത്തിൽ ഉണ്ടാകില്ല. ഇനി ഉണ്ടാകാതിരുന്നാൽ അവർക്കൊരിക്കലും നിലനിൽപ്പില്ല. കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മൃതപ്രായമായിരിക്കുകയാണ് ലീഗ് എന്ന് പറയപ്പെടുന്ന സംഘടന. മരണത്തിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ സംഘടന. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സംഘടനയ്ക്ക് ഒരു പുതിയ ജീവൻ വേണമെങ്കിൽ അധികാരത്തിലേക്ക് എത്തണം. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ UDFന് എന്തായാലും അധികാരത്തിലേക്ക് എത്തുക എന്നുള്ളത് ബാലികേറ മലയാണ്. അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയവുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും LDFനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ലീഗിന് വേണമെങ്കിൽ, കാരണം മലപ്പുറം കോഴിക്കോട് പോലുള്ള മേഖലകളിൽ 10-22 സീറ്റ് 23 സീറ്റുകൾ ഈ ലീഗ് പിടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗിന് ബാർഗൈൻ ചെയ്യാം LDFുമായി. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയായി വേണമെങ്കിൽ ലീഗിന്റെ സ്ഥാനാർത്ഥിയെ, ലീഗിന്റെ ഒരു നേതാവിനെ നിർത്തുകയും അങ്ങനെ ഇടതുമുന്നണി അധികാരത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുക മൂന്നാമതും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി പക്ഷേ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി പിന്താങ്ങുന്ന മുസ്ലിം ലീഗ് ആയിരിക്കും, മുസ്ലിം ലീഗിന്റെ നേതാക്കളായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതുകൊണ്ട് ഇപ്പോൾ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ജനത്തിനെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന KM ഷാജി മുസ്ലിങ്ങൾക്ക് മാത്രമെല്ലാം ഉണ്ടാകട്ടെ, മുസ്ലിങ്ങൾക്ക് വേണ്ടി അധികാരത്തിലെത്തട്ടെ, എല്ലാ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പറയുന്നത് ആ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ തന്നെയാണ്, അവരിൽ നിന്ന് വോട്ട് അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടി തന്നെയാണ്. അത്തരത്തിൽ പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് ഇവിടെ രാഷ്ട്രീയം കളിച്ച് വോട്ട് നേടി അധികാരത്തിലെത്താം എന്ന് വിചാരിക്കുന്നത് പക്ഷേ മൂഢത്തനമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടുത്തെ മലയാളിയുടെ മതേതര മുഖത്തെ ഇങ്ങനെ പരമ പരിഹാസത്തോടു കൂടി പുച്ഛത്തോടു കൂടി ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും വർഗീയത പറയുന്നതും ശരിയല്ല. അത്തരത്തിൽ മലയാളി ചിന്തിക്കുന്ന മലയാളിയുടെ മതേതര മുഖത്തെ ഇത്തരത്തിൽ പരിഹസിക്കുന്നതും ശരിയല്ല എന്ന് പറയട്ടെ. അതുകൊണ്ട് മലയാളി അവിടെ ഒരു മുസ്ലിമിന്റെ പേരോ ഒരു ജാതിയുടെയോ മതത്തിന്റെ പേരിലോ വോട്ട് നൽകുക എന്ന് പറഞ്ഞു ചെന്നാൽ ഇനിയുള്ള കാലത്ത്, ഈ ഒരു പുതിയ കാലത്ത് അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ നടക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് നേടാം, അധികാരത്തിലെത്താം, കൈയിട്ട് വാരാം, വീണ്ടും ഭരണത്തിലേക്ക് വരാം എന്നൊക്കെ വിചാരിച്ചാൽ അത് നടക്കില്ല KM ഷാജി. കാരണം അത്തരത്തിലൊരു വർഗീയതയ്ക്ക് കൂട്ടുനിൽക്കാൻ മലയാളിക്ക് മനസ്സില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.